കാവിക്കൊടി ഉയർത്തിക്കൊണ്ട് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി ബിജെപിയുടെ സർക്കാർ മാറ്റിയതിന്റെ പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തി. ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിൽ കണ്ണായ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് വരുന്ന വഖഫ് സ്വത്തുക്കളുണ്ട്. ഈ വഖഫ് സ്വത്തുക്കളൊക്കെ ഉണ്ടായത് 1947 ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിയുടെ ഘട്ടത്തിൽ ഒരുപാട് പ്രമാണിമാർ, സമ്പന്നന്മാർ അവരൊക്കെ പാകിസ്ഥാനിലേക്ക് ചേക്കേറുകയുണ്ടായി. അങ്ങനെ അത്തരം സ്വത്തുക്കൾക്ക് ഉടമസ്ഥാവകാശമുള്ള ആരും ഉണ്ടായില്ല നമ്മുടെ രാജ്യത്ത്. ഈ സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ടഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഒരഭിപ്രായം ഈ സ്വത്തുക്കളെല്ലാം ദേശസൽക്കരിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനോട് വിയോജിച്ചു. മതനിരപേക്ഷ പാർട്ടികൾ അതിനോട് വിയോജിച്ചു. അവര് പറഞ്ഞു അത് ശരിയല്ല, ഈ സ്വത്തുക്കളെല്ലാം തന്നെ ഒരു കൂട്ടി ഇതിനെ വഖഫ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ആ സമീപനമാണ് രാജ്യം സ്വീകരിച്ചത്. അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് വഖഫ് കൗൺസിലും വിവിധ സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡുകളും ഉണ്ടായത്. സത്യത്തിൽ ആ വഖഫ് കൗൺസിലും സംസ്ഥാനങ്ങളിലെ വിവിധ വഖഫ് ബോർഡുകളും വഖഫ് സ്വത്തുക്കളുടെ പരിരക്ഷണവും രാജ്യം മതനിരപേക്ഷമാണ് എന്നുള്ളതിന്റെ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു. ആ പ്രഖ്യാപനമാണ് വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത്.